ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ്. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കുന്ന ആർട്ടിക്കിളാണ് 311. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകൾ എന്നിവ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ആർട്ടിക്കിൾ 315 പ്രകാരമാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 320 ആണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് പബ്ലിക് സർവീസ് കമ്മീഷനുകൾ സ്ഥാപിക്കപ്പെട്ടത്. രണ്ടോ അതിൽ കൂടുതലോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി സംയുക്തമായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തുന്നത് ഇന്ത്യൻ പാർലമെൻറ്റാണ്. മെറിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള കമ്മിറ്റി ലോർഡ് ലീ കമ്മിറ്റി വർഷം 1924 UPSC നിലവിൽ വന്ന വർഷം 1926 ഒക്ടോബർ മാസം 1 UPSCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ധോൽപൂർ ഹൗസാണ്. കേന്ദ്ര തലത്തിലുള്ള വകുപ്പുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് UPSCയിലാണ്. IAS, IPS, IFS, IRS എന്നീ പരീക്ഷകൾ നടത്തുന്നത് UPSCയാണ്. UPSCയിലെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 11 പേരാണ്. UPSCയിലെ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനും തൽസ്ഥാനത്ത് നിന്നും നീക്കാനുമുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. UPSC ചെയർമാനും മറ്റംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ്. ഒരു തവണ അംഗമായ ഒരാൾക്ക് ആ സ്ഥാനത്തേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുവാൻ യോഗ്യത ഉണ്ടായിരിക്കില്ല. UPSC ചെയർമാൻ സ്ഥാനം വിരമിച്ച ശേഷം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കീഴിൽ ഒരു ഉദ്യോഗവും വഹിക്കാൻ കഴിയില്ല. UPSCയുടെ ആദ്യ ചെയർമാൻ സർ റോസ് ബർക്കറാണ്. 1926 മുതൽ 32 വരെയാണ് അദ്ദേഹം ചെയർമാനായിട്ടിരുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ UPSC ചെയർമാൻ HK കൃപാലാനിയാണ്. UPSCയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ റോസ് മില്യൺ ബാത്യോ ആണ്. ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ UPSC ചെയർമാൻ HK കൃപലാനി. UPSCയിൽ അംഗമായ ആദ്യ മലയാളിയാണ് ഡോക്ടർ KG അടിയോടി. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ മിഡിൽ ലെവൽ, ലോവർ ലെവൽ തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു ഭരണഘടന ഇതര സ്ഥാപനമാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അഥവാ SSC. SSC രൂപീകൃതമായത് 1975 നവംബർ മാസം 4 അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി UPSC അഥവാ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചുള്ള ഈ ഒരു ചെറിയൊരു ടോപ്പിക് ഇവിടെ വെച്ച് പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇനി വേണ്ടുന്ന ടോപ്പിക്സും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.